ഹായ്, ഞാൻ ഷീമ. അപ്പോൾ കൊച്ചിയിലൊരു കറി ഉണ്ടാക്കി നോക്കിയാലോ? അച്ചിങ്ങയാണ് കേട്ടോ. എല്ലായിടത്തുള്ള അച്ചിങ്ങേനെ നമ്മളുടെ രീതിയിൽ കറി വെക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. എണ്ണ ഒഴിക്കുക, അതിനുശേഷം സവാളയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് നമ്മുടെ ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെക്കണം അച്ചിങ്ങയുണ്ട്. ചെമ്മീൻ വെന്ത വെള്ളവും ചെമ്മീനും കൂടി ഇട്ടിട്ട് നമ്മൾ അച്ചിങ്ങ വേവിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് ഈ അച്ചിങ്ങ ഇട്ടിട്ട് ഈ അരപ്പ്, അതായത് മൂപ്പിച്ച നമ്മുടെ അരപ്പ് മസാലയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറി. എന്താണെന്ന് വെച്ചാൽ ചെമ്മീൻ ഉണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചിക്കാർക്ക് വേറെ ഒന്നും വേണ്ട. എന്തിലും ഞങ്ങൾ ചെമ്മീൻ ഇട്ട് വെക്കും. ഭയങ്കര ടേസ്റ്റാണ് ഈ അച്ചിങ്ങ. സാധാരണ അച്ചിങ്ങ കഴിക്കണ പോലെ അല്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ വേവിച്ചെടുക്കുന്ന അച്ചിങ്ങ നന്നായിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ ഇങ്ങനെ വരട്ടി ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നും കൂടി മൂടി വെക്കും കേട്ടോ. ഈ ചെമ്മീൻ്റെ ടേസ്റ്റ് ആ പയറിലൊക്കെ പിടിച്ച് കഴിയുമ്പോഴല്ലേ, സൂപ്പറാട്ടോ. നമുക്ക് ചോറ് കുറേ കഴിക്കാൻ പറ്റും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ സംഭവമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ചെമ്മീൻ ഞാൻ വേറെ ഒരു കറിയും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് സവാള കൂടുതലിട്ടിട്ട് നമ്മൾ ചെമ്മീൻ്റെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ആകുമ്പോഴത്തേക്കുണ്ടല്ലോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. പിന്നെ ഒരു മാങ്ങാ ചമ്മന്തി കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ചോറ് അടിപൊളിയായി. ഇത്രയും മതി നമുക്ക് ചോറ്. വയറ് നിറയെ ഒരു പറ ചോറുണ്ണാൻ ഇത്രയും കറി തന്നെ മതി. അപ്പം പിള്ളേരെ ഹാപ്പി ആയിട്ടോ ഇങ്ങനെ ഒരു ചോറ് കൊടുത്തു കഴിഞ്ഞപ്പോൾ. ഞാൻ അവരോട് എപ്പോഴും ചോദിക്കുന്നത്, എനിക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് എന്താ, ഫുഡ് കഴിക്കുമ്പോഴാണെന്ന് പറയുള്ളത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡാണ് പുറത്തുനിന്ന് മമ്മി ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയും. എല്ലാവർക്കും അങ്ങനെയാണോ?